നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ക്യാൻവ കോഴ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ക്യാൻവയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ മൊബൈൽ വെർഷനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. മൊബൈലിൽ നമ്മളുടെ ക്യാൻവ, നമ്മുടെ മൊബൈൽ ഫോണിലെ ആപ്ലിക്കേഷനായിട്ടുള്ള ക്യാൻവ എന്ന ആപ്ലിക്കേഷനിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ഇൻ്റർഫേസാണ് നമുക്ക് കാണുക. നിങ്ങളുടെ ഫോണ് ഐഫോൺ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും കാണുക, ആപ്പിളിൻ്റെ ഫോണുകളിൽ ഇങ്ങനെ ആയിരിക്കും കാണുക, ആണെങ്കിലും ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം അതിൻ്റെ ഒരു രൂപം ഇങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ക്യാൻവയെക്കുറിച്ച് ഞാൻ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ PC-യിൽ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇനി മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തുറന്ന് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണോ കാണിച്ചത് അതേപോലെ തന്നെയാണ് ഇവിടെ കാണിക്കുക. അത് ഒരു വ്യത്യാസമൊന്നുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. മൊബൈൽ ഫോൺ ആകുമ്പോൾ അതിന് ലിമിറ്റഡ് യൂസേജാണ് ഉണ്ടാവുക, ഒരു പരിമിതമായ ഉപയോഗമാണ് മൊബൈൽ ഫോണിൽ എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നല്ലാതെ ഫെസിലിറ്റീസിൽ കൂടുതലായിട്ട് മാറ്റങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തുറന്നു വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും കാണിക്കുക. ഇവിടെ സോഷ്യൽ മീഡിയ കാണാം. മൊബൈൽ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുക. കമ്പ്യൂട്ടറിനേക്കാളും ഈസിയാണ് മൊബൈൽ ഫോൺ. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ടെംപ്ലേറ്റ്സും ഇവിടെ കാണാം. ഓക്കെ, അതുപോലെ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ മൊബൈൽ വീഡിയോ, ഫേസ്ബുക്ക് വീഡിയോ, ഇൻസ്റ്റഗ്രാം റീൽ, യൂട്യൂബ് വീഡിയോ കൊളാഷ്, ലിങ്ക്ഡിൻ വീഡിയോ ആഡ്, പിൻട്രസ്റ്റ് വീഡിയോ മെസ്സേജ്, സ്ലൈഡ് ഷോ വീഡിയോ. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്താൽ സീ ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാം. പുറകിലേക്ക് വരാൻ ഹോം ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇനി നമ്മൾ സൈഡിൽ മുകൾ ഭാഗത്ത് 3 വര കാണാം. ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസൊക്കെ കാണാം. അതിലൊരു ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ ചെയ്ത വർക്കുകൾ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ പ്രോജക്റ്റ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പ്രോജക്റ്റുകൾ ഇവിടെ കാണിക്കും. കൂടുതലായിട്ടൊന്നും പ്രോജക്റ്റ് ഞാൻ ചെയ്യാത്തതുകൊണ്ട് അതവിടെ കാണിക്കുന്നില്ല എന്ന് മാത്രം. തുറന്നു വരുന്ന സമയത്ത് ഇങ്ങനെയാണ് കാണിക്കുക. പ്രസൻറ്റേഷൻ ഉണ്ട്, പ്രിൻസ്, ഡോക്സ്, വൈറ്റ് ബോർഡ്സ്, വെബ്സൈറ്റ്സ്. ഇനി മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് മൊബൈൽ ഫോണിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ഇൻ്റർഫേസ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇനി പ്ലസ് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ വർക്കുകളും ഇവിടെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയേ പറയാം. മൊബൈൽ ഫോണിൽ എങ്ങനെ ചെയ്യും, കമ്പ്യൂട്ടറിൽ എങ്ങനെ ചെയ്യും എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് കേൾക്കുക. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. മൊബൈൽ ഫോൺ ആകുമ്പോൾ മൊബൈലിൻ്റെ പരിമിതി വെച്ചുകൊണ്ടുള്ള വർക്കുകളും ചെയ്യാൻ കഴിയും. രണ്ടും ഈസിയാണ്. കമ്പ്യൂട്ടറിലാകുമ്പോൾ കമ്പ്യൂട്ടറിൻ്റേതായ സുഖങ്ങൾ കിട്ടും. മൊബൈലിലാകുമ്പോൾ മൊബൈലിൽ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. കമ്പ്യൂട്ടറാകുമ്പോൾ കമ്പ്യൂട്ടർ കൊണ്ട് നടക്കേണ്ട ആവശ്യം ഉണ്ടാവും എന്ന് മാത്രം. എല്ലാ വർക്കുകളും ഇതിൽ തന്നെ ചെയ്യാൻ കഴിയും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കമ്പ്യൂട്ടർ യൂസേജ് വരുന്നത്. ഓക്കെ, മൊബൈൽ ഫോണിലുള്ള യൂസേജ് വരുന്നത്. ഓക്കെ, താങ്ക് യു.